have with us a man who has made Kerala proud by putting Ayurveda on the global map. A man who has proved that commercialization of Ayurveda is a successful reality. We have with us the MD of Pankaja Kasturi, Padma Shri Dr. J. Harindran Nair. Let's talk. കേരളത്തിന്റെ തനതായ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ഇതിന്റെ വളരെ വലിയ വാണിജ്യ സാധ്യതകളെ കുറിച്ചിട്ട് ഡോക്ടറിനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? പങ്കജ കസ്തൂരിയുടെ ആദ്യകാലങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഞാൻ വാണിജ്യവൽക്കരണം ആയുർവേദത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന, 100% വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ വാണിജ്യവൽക്കരണം, കച്ചവടവൽക്കരണം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു പാപമായിട്ട് കാണുന്ന സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആയുർവേദത്തെ വാണിജ്യവൽക്കരിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഇന്നീ കാണുന്നതെല്ലാം എന്ന് ഞാൻ പറയുന്നു. 5000 വർഷം പഴക്കമുണ്ട് ആയുർവേദം. ഇത്രയുമായിട്ടും ഇന്നും ആയുർവേദ ശാസ്ത്രം എല്ലാവരും പറയുന്നു, എങ്ങനെയുണ്ട് ആയുർവേദം? ആ കൊള്ളാം. എന്തിനു കൊള്ളാം? അത് ഏത് രോഗത്തിനും കൊള്ളാം. സൈഡ് എഫക്റ്റ് ഇല്ല, നല്ലതാണ്, ഒരു ദോഷമില്ല. എത്ര കാലം കഴിച്ചാലും കരളിനും കിഡ്നിക്കും ഒന്നും ഒരു കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, താങ്കൾ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ആ ടൈപ്പല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ന് സമൂഹം മാറി നിൽക്കുന്നു. ആയുർവേദത്തെ അറിയാത്തവരാരാ? ഗ്ലോബലി ആയുർവേദം വളരെയധികം പ്രശംസ പിടിച്ചു പറ്റി. ചികിത്സിക്കാൻ വേണ്ടി സായിപ്പന്മാർ ഇവിടെ വരുമ്പോൾ അവർക്ക് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇതൊരു കേവലം കേരളീയരുടെ വിശ്വാസമാണ്, ഇന്ത്യക്കാരുടെ വിശ്വാസമാണ് ആയുർവേദം എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്നും മാറി ആയുർവേദത്തെ അവർ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ നാടൻ സായിപ്പന്മാർക്ക് സന്തോഷം വന്നു തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആയുർവേദ രംഗത്തുള്ളവർ പോലും 5000 വർഷം പഴക്കമുള്ള ശാസ്ത്രത്തെ ആ തനിമ നഷ്ടപ്പെടാതെ അതേപടി തന്നെ വേണം. അതിനല്പം പോലും നൂതനമായ ഒന്നും ഇതിൽ വരാൻ പാടില്ല. ആധുനികമായിട്ടുള്ള ഒരു ഇൻകൾക്കേഷനും ഇൻകോർപ്പറേഷനും ഇല്ലാതെ ഈ ശാസ്ത്രത്തെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് വാദിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവരോട് എൻ്റെ മനസ്സിൻ്റെ വികാരമായ പുച്ഛം പറയാൻ എനിക്ക് മടിയില്ല. കാരണം വേറൊന്നുമല്ല, ഏതൊരു ശാസ്ത്രമാണോ ഒരു സൊസൈറ്റിക്ക് ഗുണകരമായി, ഒരു സൊസൈറ്റിയുടെ ഭൂരിഭാഗത്തിന് ഗുണകരമായി മാറാതിരിക്കുന്നുവോ അന്ന് ആ ശാസ്ത്രത്തിന് ശാസ്ത്രം എന്ന് പറയാൻ ഞാൻ തയ്യാറാകില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശാസ്ത്രം, എല്ലാവരും ശാസ്ത്രം എന്ന് പറയുമ്പോഴും എനിക്ക് വിഷമത്തോടു കൂടി മാത്രമേ ഞാൻ ശാസ്ത്രം എന്ന് വിളിക്കുന്നുള്ളൂ. കാരണം എൻ്റെ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കുന്നു. അത് സാഹചര്യം മാറണം. അതിനു വേണ്ടത് വാണിജ്യവൽക്കരണം. ഈ വാണിജ്യവൽക്കരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സെൻസിൽ, എൻ്റെ തുടക്കകാലത്തിൽ പങ്കജ കസ്തൂരിയൊക്കെ ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ ഒരു ചെറിയ ഉരുളിയിലും കുറച്ച് പാത്രത്തിലുമൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. ഒരു നേരം ഉണ്ടാക്കുമ്പോൾ ഒരു നിറം, അടുത്ത നേരം ഉണ്ടാക്കുമ്പോൾ ഒരു നിറം, ആ തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി. ഇന്ന് മാറിയിട്ട് വാണിജ്യവൽക്കരണം വന്നപ്പോൾ, 100% മെക്കനൈസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള സംവിധാനം വന്നപ്പോൾ ഇന്ന് കൺസിസ്റ്റന്റ് ക്വാളിറ്റി ഉണ്ടായി. പങ്കജ കസ്തൂരിക്ക് 4 പ്രോഡക്റ്റ് ഡിവിഷൻസ് ആണല്ലോ ഉള്ളത്. അവ എന്തൊക്കെയാണ്? അത് 4 ഡിവിഷൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് ക്ലാസിക്കൽ പ്രിപ്പറേഷൻസ്, കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ, എണ്ണകൾ തുടങ്ങി ആയുർവേദത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളവ അതേപടി ഉണ്ടാക്കുന്നു. അതിലൊന്നാണ് ചവനപ്രാശം. ആ തരത്തിൽ കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ, എണ്ണകൾ, അത് ഡോക്ടേഴ്സ്, സ്റ്റോക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ സെന്ററുകളിലൂടെയൊക്കെ വിറ്റഴിക്കുന്നതിന് ക്ലാസിക്കൽ ഡിവിഷൻ. വേറൊന്ന് എത്തിക്കൽ ഡിവിഷൻ. എത്തിക്കൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എത്തിക്കൽ പ്രൊമോഷൻ. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ അത് പാറ്റന്റഡ് പ്രിപ്പറേഷൻസ് ആണ്. അത് ഡോക്ടർമാരെ, ആയുർവേദ ഡോക്ടർമാരെ പരിചയപ്പെടുത്തുന്നു. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, രോഗികൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നു. അത് എത്തിക്കൽ പ്രൊമോഷൻ, എത്തിക്കൽ ഡിവിഷൻ. മൂന്നാമത്തെ ഡിവിഷൻ FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. സോപ്പ്, എണ്ണ, അത്തരത്തിലുള്ള സാധാരണ എല്ലാവർക്കും, എല്ലാ വീട്ടിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഐറ്റംസ്, അത് അങ്ങനെ FMCG. നാലാമത് OTC, ഓവർ ദ കൗണ്ടർ. ഓവർ ദ കൗണ്ടർ എന്ന് പറയുമ്പോൾ പരസ്യം കൊടുക്കുന്നു ജനങ്ങൾ, അതായത് എൻ്റെ യൂസർ ഡയറക്റ്റ്ലി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നു. അങ്ങനെ 4 ഡിവിഷനാണ് പങ്കജ കസ്തൂരിക്കുള്ളത്. 4 ഡിവിഷനിലുമായി 400ഓളം ഉൽപ്പന്നങ്ങൾ.
ഡോക്ടർ ബ്രീത്ത് ഈസിയുടെ കാര്യം മെൻഷൻ ചെയ്തു. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു പങ്കജ കസ്തൂരിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് എന്ന് പറയാറുള്ളത്. ഇത് ഇത്രയും ജനകീയമാക്കാൻ എങ്ങനെ സാധിച്ചു? ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസഡറിനെ ഉപയോഗിച്ചത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അതൊക്കെ ഘടകങ്ങളാണ്. അതായത് പങ്കജ കസ്തൂരി തുടങ്ങുന്നത് 1988-ലാണ്. അതിൽ ഈ ബ്രീത്ത് ഈസി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ വിപണിയിൽ വന്നത് 1990-ലാണ്. 90-ൽ ബ്രീത്ത് ഈസി വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പങ്കജ കസ്തൂരി ഗ്രാനുൾസ് എന്നായിരുന്നു പേര്. അന്ന് സ്ഥാപനത്തിൻ്റെ പേര് ശ്രീ ധന്വന്തരി ആയുർവേദിക്സ് എന്നുമായിരുന്നു. അന്ന് 2 ഉൽപ്പന്നങ്ങളായിരുന്നു പരസ്യത്തിലുണ്ടായിരുന്നു. ഡാബർ ചവനപ്രാശം, പിന്നെ അന്നൊരു ജ്യോതിഷ് ബ്രഹ്മി എന്നൊരു മരുന്ന് അന്ന് മാർക്കറ്റിലുണ്ടായിരുന്നു. പിന്നെ നാഗാർജുന ചവനപ്രാശം, പിന്നെ പങ്കജ കസ്തൂരിയാണ് വരുന്നത്. അന്ന് ഈ പങ്കജ കസ്തൂരിയുമായിട്ട് മാർക്കറ്റ് വരുമ്പോൾ പരസ്യമൊക്കെ ചെയ്യും. ആദ്യത്തെ 2 വർഷം ഞാൻ എത്തിക്കൽ മാർക്കറ്റിലായിരുന്നു പങ്കജ കസ്തൂരി ഗ്രാനുൾസിനെയും ഡോക്ടർമാരെ പരിചയപ്പെടുത്തി ഡോക്ടർമാരെ കൊണ്ട് പ്രിസ്ക്രിപ്ഷൻ നടത്തിയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ആസ്തുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, കഫക്കെട്ട് ഇത്തരം ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ആയുർവേദ ഡോക്ടർമാരെ സമീപിക്കുന്ന സമൂഹത്തിന്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. അത് ഇന്നും അത് തന്നെയാണ്. അത്തരം രോഗങ്ങൾക്ക് ആയുർവേദ ഡോക്ടർമാരെ സമീപിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് സൊസൈറ്റി കുറവാണ്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഔഷധം ഞാൻ ആയുർവേദ ഡോക്ടർമാരെ പരിചയപ്പെടുത്തിയിട്ട് അവരിലൂടെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിടെ എത്തൂല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഒന്ന്. രണ്ടാമത്, അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ ഇത് പിന്നെ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനെന്താ മാർഗം? അപ്പം ഞാൻ ചിന്തിച്ചു, ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, അത് ഉണ്ടാക്കുന്നത് 100% സാമൂഹിക പ്രതിബദ്ധതയോടെയാണ് എങ്കിൽ, നിയമം അനുശാസിക്കുന്ന വിധത്തിൽ മാജിക് റെമഡീസ് ആക്ടിൽ ഉൾപ്പെടാത്ത തരത്തിൽ ആസ്തുമ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യാൻ പാടില്ല, ബ്രോങ്കൈറ്റിസ് പരസ്യം ചെയ്യാം, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ് എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഉള്ള തരത്തിൽ അപ്പോൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരസ്യം ചെയ്തിട്ട് ഒരു എൻഡ് യൂസറുടെ കയ്യിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ഉൽപ്പന്നത്തിൽ നമുക്ക് 100% വിശ്വാസമുണ്ട് എങ്കിൽ, അത് ജെനുവിനാണ് എങ്കിൽ, വില കൊടുത്ത് വാങ്ങുന്ന ഒരാളിനെ ചീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉൽപ്പാദകന് ഉറപ്പുണ്ട് എങ്കിൽ അത് പരസ്യം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള എൻ്റെ ചിന്ത ഞാൻ പരസ്യം ചെയ്യാൻ കാരണമായി. അങ്ങനെ പിന്നെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, യോ യത് ശ്രദ്ധ ഏവസ എന്നാണ്. നീ എന്ത് ചിന്തിക്കുന്നുവോ നീ അതായി മാറുക. ഞാനും അങ്ങനെയായി മാറി. ഞാൻ ഹരീന്ദ്രൻ നായർ എന്നുള്ളതെന്ന് മാറി ഞാനും പങ്കജ കസ്തൂരി എന്ന് പറയാൻ തുടങ്ങി. എൻ്റെ പേര് ഞാൻ വെടപ്പേര് ഞാൻ പങ്കജ കസ്തൂരി എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ, കുറച്ചൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്നൊക്കെ പറയാം ആയി. അത് കഴിഞ്ഞപ്പോൾ 1999-ൽ പ്രശസ്തനായ, ലോകപ്രസിദ്ധനായ, മലയാളികളുടെ അഭിമാനമായ ശ്രീ മോഹൻലാലിനെ ഞാൻ പരിചയപ്പെടുന്നു. അതിനുശേഷം ഞങ്ങളുടെ ചങ്ങാത്തം ഭംഗിയായി പോയി കഴിഞ്ഞപ്പോൾ 2001-ൽ ഞാൻ അദ്ദേഹത്തോട് പങ്കജ കസ്തൂരിയുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്നതിനെ പറ്റി ആലോചിച്ചു, സംസാരിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഒരു ആയുർവേദത്തിൻ്റെ ഉപാസകനും ആയുർവേദത്തിൻ്റെ അംബാസഡറാണ് അദ്ദേഹം. പങ്കജ കസ്തൂരിയുടെ അംബാസഡർ അല്ല, അദ്ദേഹം ആയുർവേദത്തിൻ്റെ അംബാസഡറാണ്. അങ്ങനെ അദ്ദേഹം 2001 മുതൽ പങ്കജ കസ്തൂരിയുടെ അംബാസഡർ ആകുകയും ചെയ്തതോടുകൂടി പങ്കജ കസ്തൂരി ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാമധേയമായി മാറി. അതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ തോന്നിയ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇട്ട ഒരു പേരാണ് പങ്കജ കസ്തൂരി. അതെ, എൻ്റെ അമ്മയാണ് പങ്കജം, മകളാണ് കസ്തൂരി. മകൾ ജനിക്കുന്നതിന് പേരിട്ട് കേട്ടോ. മകൾ ജനിക്കുന്നത് 92-ൽ, ഞാൻ പേരിട്ടത് 88-ൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആ തരത്തിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എടുത്ത ഒരു പേര്, ആ പേര് എല്ലാവരും അറിയപ്പെടുന്നത്, എല്ലാവരും പങ്കജ കസ്തൂരി എന്ന് വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. പലപ്പോഴും നമ്മൾ എഴുതിത്തള്ളുന്ന രോഗങ്ങൾ, അത് ക്യൂർ ഇല്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്ന രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ പരിഹാരമുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? 100% ശരിയാണ്. കാരണം ഈ എഴുതിത്തള്ളുന്നെന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ എഴുതിത്തള്ളുക എന്ന് വെച്ചാൽ പലരും കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. എല്ലാവരും എഴുതിത്തള്ളുകയല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ജോണ്ടിസ്. ഈ ജോണ്ടിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിനകത്ത് ഇംഗ്ലീഷ് ഔഷധങ്ങൾക്ക് പ്രസക്തി വളരെ കുറവാണ്. 1-2 ഔഷധങ്ങൾ മാത്രമേ ഇംഗ്ലീഷ് ഔഷധം, ലാമിവുഡിനെന്നും ഫാംസൈക്ലോവിർ എന്നും പറയുന്ന 1-2 ഔഷധങ്ങളും അല്ലെങ്കിൽ ഇന്റർഫോൺ ആൽഫ എന്നുള്ള ഇഞ്ചക്ഷൻ കുറച്ചൊക്കെ മാത്രമേ ഇംഗ്ലീഷ് ഔഷധങ്ങളുള്ളൂ. എന്നാൽ ആയുർവേദത്തിൽ ധാരാളം ഔഷധങ്ങൾ ജോണ്ടിസിന്. അതുപോലെ തന്നെ ഇപ്പോൾ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE എന്ന് പറയുന്ന രോഗങ്ങൾ, സ്ക്ലിറോഡെർമ എന്ന് പറയുന്ന രോഗങ്ങൾ, പിന്നെ ഏറ്റവും മൾട്ടിപ്പിൾ സ്ക്ലിറോസ് എന്ന് പറയുന്ന രോഗങ്ങൾ, ഇതിനകത്ത് സ്റ്റിറോയിഡ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി അനാൾജസിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ വെസ്റ്റേൺ മെഡിസിനിലുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ അവിടെ ആയുർവേദത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാറുണ്ട്. ഒരു ആയുർവേദ ചികിത്സ സ്വീകരിക്കുമ്പോൾ ഒരു രോഗി ഒരുപാട് സമയം ഇതിനായിട്ട് ചെലവഴിക്കണം, അതുപോലെ തന്നെ പലതരം പഥ്യം അനുഷ്ഠിക്കണം, അങ്ങനെയൊക്കെ ഒരു പരാതി വരുന്നുണ്ട്. പറയാം, ഈ ഒരുപാട് കാലം മരുന്ന് കഴിക്കുമെന്നുള്ള അതൊരു കൺസെപ്റ്റാണ്. ഒന്നിനും ഷോർട്ട് കട്ടില്ല. ഇപ്പോൾ ഒമിനാക്കോട്ടിൽ കഴിച്ചാലും ലൈഫ് ലോങ് കഴിക്കണം. ഒരുപാട് കാലം കഴിക്കാൻ വേണ്ടി രോഗി കാണൂല, അതിന് മുന്നേ പോയി കിട്ടും. ആ മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും അത് കരളിനെ ബാധിക്കുകയും ഗ്രാജുവലി
വാതരോഗത്തിന്റെ തീവ്രത റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാരണം രോഗി മരിക്കുന്നില്ല. രോഗി മരിക്കുന്ന കരൾ വീക്കം കാരണം, കരൾ ഡാമേജ് ആയിട്ടാണ്. കാരണം കരൾ വീക്കത്തിന് കാരണം എന്താ? ഈ ഇംഗ്ലീഷ് ഔഷധം കഴിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അവിടെ ഒരിക്കലും പിന്നെ ആഴ്ചയ്ക്ക് 10 രൂപയുടെ ഗുളിക കഴിച്ചാൽ മാറുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ. എന്നാൽ ആയുർവേദമാകുമ്പോൾ ആദ്യത്തെ ഒരു 3 മുതൽ 6 വരെ മാസം വളരെ മാജിക് ആയിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. RA ഫാക്ടർ, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഫാക്ടർ നെഗറ്റീവായ രോഗികൾ, ഞാൻ തന്നെ എൻ്റെ രോഗികൾ നെഗറ്റീവാക്കിയ രോഗികൾ 1000-ലധികം ആൾക്കാരാണ്. ആയിരങ്ങളാണ്. 1000-ലധികം RA ഫാക്ടർ നെഗറ്റീവ് ആകാൻ ആയുർവേദത്തിൽ ചികിത്സ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ഡോക്ടർ കേട്ടാൽ അയാൾക്ക് ഏറ്റവും അതിശയമായിരിക്കും. SLE, ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി, ANA നെഗറ്റീവ് ആക്കാൻ ആയുർവേദത്തിൽ കഷായങ്ങൾക്ക് കഴിയുമെന്ന് പറയുമ്പോൾ അലോപ്പതി ഡോക്ടർ അല്ലെങ്കിൽ മോഡേൺ ഡോക്ടർ പറയുന്നത് അങ്ങനെ സംഭവിക്കത്തേ ഇല്ല, അതൊക്കെ ചുമ്മാതാണ്. അഥവാ അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിനകത്ത് സ്റ്റിറോയിഡ് പൊടിച്ചിട്ട് കൊടുത്തു. ഈ കിംവദന്തികളാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ഇന്ന് മോഡേൺ ഡോക്ടേഴ്സ്, ഞാൻ മോഡേൺ ഡോക്ടേഴ്സിനെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എൻ്റെ രോഗികൾ എന്നെ കാണാൻ വരുമ്പോൾ ആയുർവേദത്തിന് കഴിയാൻ പറ്റാത്ത രോഗങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ അലോപ്പതി ഡോക്ടറെ കാണുക, സർജനെ കാണുക, അല്ലെങ്കിൽ വേറെ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിടാറുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൻ്റെ എത്രയെങ്കിലും ഇരട്ടി ശാസ്ത്രം വളർന്നതാണെന്ന് മോഡേൺ സയൻസ്. മോഡേൺ സയൻസിൻ്റെ 100% മഹത്വവും മാന്യതയും അതിനെ അങ്ങ് എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്നു. അതേ അവസരത്തിൽ മോഡേൺ സയൻസിൽ പ്രവർത്തിക്കുന്ന കുറച്ചൊരു ശതമാനം മോഡേൺ ഡോക്ടേഴ്സിൻ്റെ ജൽപ്പനം എന്ന് പറയുമ്പോൾ അനാവശ്യമായി കണ്ണടച്ചുകൊണ്ട് ഇരുട്ടെന്ന് പറയുന്ന ആയുർവേദത്തെ കുറ്റപ്പെടുത്തി പറയുന്ന രീതികൾ. ആസ്തുമയ്ക്കൊരു മരുന്ന് ഗുണകരമാണെങ്കിൽ അത് സ്റ്റിറോയിഡ് പൊടി ചേർത്ത് കൊടുത്തു. എന്നാലും സ്റ്റിറോയിഡ് കൊടുത്ത് ആരുടെ ആസ്മ മാറ്റാത്തുണ്ട്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്ന് പറയുന്ന യോഗാഭ്യാസ മുറകളിലൂടെ, ധ്യാനത്തിലൂടെ യോഗിക് ട്രാൻസസിലെത്തുന്ന ഓരോ പൊസിഷൻസാണ്. വളഞ്ഞ വഴിയൊന്നും ഇല്ലാതെ കിട്ടുന്ന അംഗീകാരങ്ങൾ എനിക്ക് എന്നും ഊർജ്ജമാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നാണ് പഴഞ്ചൊല്ല്. ഈ ജനങ്ങളെല്ലാം തിന്നുന്നു, കൊല്ലുന്നു കഴിഞ്ഞാൽ തിന്നു കഴിഞ്ഞാൽ പാപം തീരുമെന്നാണ്. പക്ഷേ പഴഞ്ചൊല്ല് അങ്ങനെയല്ല. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊരു വലുതാം മൂഢതയുണ്ട്.